മണിയായി. അത്രല്ലേ ആയുള്ളൂ? രാത്രി 1 മണിയായിട്ടും നിനക്കൊരു വിഷയവുമില്ലേ? ഒന്ന് നിക്ക്, ഭക്ഷണം കഴിച്ചോ? എനിക്ക് വേണ്ട. എന്തുകൊണ്ട്? എനിക്ക് വേണ്ടത് കൊണ്ടന്നെ. നീ ഒന്ന് അവിടെ ഇരിക്കി, കുറച്ച് കാര്യം ചിന്തിക്കട്ടെ. എന്ത് കാര്യം? നീ ഇരിക്ക്, ഞാൻ പറയാം. എനിക്ക് കിടക്കണം. ഇത്ര നേരം ഒരു പോള കണ്ണടക്കാതെ നിന്നെയും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അതിന് നിനക്ക് പ്രശ്നമില്ലേ? നിങ്ങൾ വഴക്കിന് നിൽക്കുക. വഴക്കിനല്ല, കാര്യം പറയാ. ശരിയല്ല. നീ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. നാശം? എനിക്ക് ഫ്രണ്ടുണ്ട്, എന്തിനും എന്റെ കൂടെ നിൽക്കും. ഫ്രണ്ടുകളൊക്കെ കയ്യിൽ ക്യാഷ് ഉണ്ടാകുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഫ്രണ്ടുകളൊന്നും ഉണ്ടാവൂല. ഇപ്പോൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. നല്ല കുട്ടിയായി നിസ്കരിച്ച് ജോലിക്കൊക്കെ ഒന്ന് പോയി നോക്ക്. ഇപ്പോൾ നീ എന്തിനെങ്കിലും അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിർത്തിക്കോ. മോനെ, എനിക്കും നിനക്കും സമാധാനമായി ജീവിക്കേണ്ടേ? ഞാനൊന്ന് പോയി കിടക്കട്ടെ. മോനെ, സുബീർ ബാങ്ക് കൊടുത്ത്. The next day. നിങ്ങളോട് കാര്യം പറയാനാണ്. വന്നോ, ഇരിക്കൂ. നിങ്ങളെ മകന്റെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. പുറത്തുനിന്നൊക്കെ ഈ സംസാരമാണ്. ഓരോരുത്തരെ നോക്കിയാൽ നമുക്ക് പരിഹാരങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റും. വലുതായി തുടങ്ങിയാൽ അത് കഴിയൂല, പിന്നെ പിടിച്ചു വെക്കാം, പിന്നെ കയ്യാറുണ്ടാവില്ല. അതെന്തായാലും ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്താം. എൻ്റെ ഒരു ഡോക്ടർ ഫ്രണ്ടിൻ്റെ ഒരു നമ്പറുണ്ട്, അത് തരാം. നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി തരൂ. ഓക്കെ, ഞാൻ അടിച്ചു വെച്ചു. എന്നാൽ ഓക്കെ, ശരി. ഹലോ, അപ്പോയിൻമെൻറ്റ് ഇതാക്കാൻ വിളിച്ചതാണല്ലേ? നിങ്ങളൊരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വന്നോളൂ. വൈകുന്നേരം ഓക്കെ ഒക്കെ ഉണ്ടാവും. ഓക്കെ. എനിക്ക് നമുക്ക് സ്ഥലം വരെ പോകാനുണ്ട്. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അവർക്ക് നിന്നെ കാണാൻ പറഞ്ഞു, അതുകൊണ്ടാണ്. നിങ്ങൾ പോയിക്കോളൂ, ഞാനില്ല. ഇനി എന്ത് ചെയ്യും അവൻ വരാഞ്ഞാൽ? ഇനി എന്ത് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു പോകുക? തരാന്ന് പറഞ്ഞാൽ അവൻ വരുമോ? അവനെ എണ്ണീപ്പിച്ച് നോക്കാം, വന്നാലോ? മോനെ, ക്യാഷ് തന്നാൽ നീ വരുമോ? ഞാൻ വരാം. എത്ര രൂപ തരും? പൈസ പോയി വന്നിട്ട് പറയാം. പോവാം. ഞാൻ ഫ്രണ്ടിനെ അടിച്ച് പൊളിച്ചാലോ? എന്നാ ട്രിപ്പൊക്കെ പോവാ. എൻ്റെ മകനായ പൈസയും. 132 നമ്പർ. പിന്നെ അടുത്ത കോള്. ഞാൻ പറഞ്ഞൊന്നും അനുസരിക്കുന്നില്ല. ഇപ്പൊ അവന് നേരം വൈകിട്ടാ വരുന്നത്. ഇപ്പൊ തന്നെ ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത്. രാവിലെ പോയാൽ രാത്രി എത്തും, രാത്രി പോയാൽ രാവിലെ എത്തും. അങ്ങനെയാണോ അവൻ? ഒരു മാർഗം കാണിച്ചു തരും. പുറത്ത് പോകാനോടൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ. എന്താ മോനെ, എന്താ പ്രശ്നം? അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ? നിന്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം കളിക്കണേ ഉമ്മക്ക് ഇഷ്ടമല്ല. ഉമ്മക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. 2 hours later. വരൂ. ഇനി ഇവൻ നിങ്ങളുടെ നല്ലൊരു മകനായിരിക്കും. പറയുന്നത് അനുസരിക്കും.
അവൻ 8 മണിക്ക് മുമ്പ് വീട്ടിലേക്ക് കയറി വരുന്ന എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അല്ല മോനെ, ഉമ്മ പറഞ്ഞതൊക്കെ അനുസരിക്കൂലേ? ഓ, ഇനി എൻ്റെ എല്ലാ തെറ്റും എനിക്ക് മനസ്സിലായി ഉമ്മ. ഇനി ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ആയിക്കോട്ടെ, മനസ്സിന് സമാധാനമായി. എന്നാ ഡോക്ടർ, ഞങ്ങൾ പോയി വരാം. ആയിക്കോട്ടെ, ഓൻ ഞാൻ ഒരു തെറ്റും ചെയ്യത്തില്ല കേട്ടോ. ഓക്കെ. ഇന്നത്തെ തലമുറയുടെ ഒരു ഭാഗമാണ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിച്ചത് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം സ്നേഹിച്ചും വീട്ടുകാരെ ഒപ്പം കൂട്ടുകാരായി മാറുക. പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്